ഫിഫ ലോകകപ്പിന്റെ പേരാണ് ഫിഫ. ഫിഫ 1904 മെയ് 21 സ്ഥാപിതം. പക്ഷേ ലോകകപ്പ് എന്നാ ഉണ്ടായത് 1930. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ആർക്കെങ്കിലും അറിയാവോ? നമ്മൾക്കിന്ന് ആ കാരണങ്ങളിലേക്ക് എത്താം. കിക്ക് ഓഫ് 2026 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. 1904 1930 ഏതാണ്ട് 26 വർഷം. ഈ 26 വർഷം ഫുട്ബോൾ കളി ഇല്ലായിരുന്നു. ടൂർണമെന്റ്സ് നടന്നില്ലേ, മത്സരങ്ങളൊന്നും നടന്നില്ലേ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് വരെ ലോകകപ്പ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദി എന്നറിയപ്പെടുന്നത് ഒളിമ്പിക്സ് ആയിരുന്നു. എന്നാൽ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ വളർച്ചയോടെയാണ് ഫിഫ സ്വന്തം ലോകകപ്പ് ആരംഭിച്ചത്. 1904 ഫിഫ രൂപീകരിച്ചെങ്കിലും 1930 വരെ ലോകകപ്പ് തുടങ്ങാതിരുന്നത് പ്രധാനമായും 4 കാരണങ്ങളാണ്. നമ്മൾക്കത് നോക്കാം. ഒന്ന്, ഒളിമ്പിക്സ് ആണ് അന്നത്തെ ലോക ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്നത്. ഫിഫ രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും വലിയ മത്സരം ഒളിമ്പിക് ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു. 1908 ലണ്ടൻ ഒളിമ്പിക്സ്, 1912 സ്റ്റോക്ക്ഹോം, 1920 ആന്റ്വെർപ്പ്, 1924 പാരീസ്, 1928 ആംസ്റ്റർഡാം. അതായത് 1904 മുതൽ 1928 വരെ വരുന്ന ആ ഒരു ഒളിമ്പിക്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ മത്സരങ്ങളെ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളുടെ മത്സരമായി അന്നൊക്കെ കണക്കാക്കിയിരുന്നത്. ഒളിമ്പിക്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് IOCക്കായിരുന്നു. അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കായിരുന്നു. ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിരുന്നെങ്കിലും അവ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ആണ് നടന്നത്. ഫിഫയ്ക്ക് സ്വന്തം ലോക ചാമ്പ്യൻഷിപ്പ് നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം. 1914 മുതൽ 1918 വരെയുള്ള 4 വർഷങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. യുദ്ധം കാരണം അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ പലതും തന്നെ നിലച്ചുപോയി. ലോകകപ്പ് ആരംഭിക്കാനുള്ള പദ്ധതികളും അതോടെ വൈകി. രണ്ടാമത്തെ കാരണം, പ്രൊഫഷണൽ കളിക്കാർക്കുള്ള അവസരം. ഒളിമ്പിക്സ് തുടക്കത്തിൽ ആമേച്ചർ കളിക്കാർക്ക് മാത്രമേ പങ്കെടുക്കാനായിരുന്നുള്ളൂ. എന്നാൽ യൂറോപ്പിലും ദക്ഷിണ അമേരിക്കയിലും പ്രൊഫഷണൽ ടീമുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആയതിനാൽ എല്ലാ മികച്ച കളിക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ലോകകപ്പ് ഫിഫ അന്ന് ആഗ്രഹിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അന്നൊക്കെ പ്രശസ്തമായ കപ്പുകൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഒളിമ്പിക് ഫുട്ബോൾ ടൂർണമെന്റ്, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീമുകളുടെ മത്സരം ഉണ്ട്. ബ്രിട്ടീഷ് ഹോം ചാമ്പ്യൻഷിപ്പ് 1884 മുതൽ 1984 വരെ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, അയർലൻഡ്, പിന്നീട് ഉത്തര അയർലൻഡ്, ഇതുപോലെ ടീമുകളുമായുള്ള പ്രശസ്തമായ ടൂർണമെന്റ് ആണ് ബ്രിട്ടീഷ് ഹോം ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്ക ഇപ്പോഴും നാം അറിയുന്നുണ്ടല്ലേ. 1916 മുതൽ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുടെ ചാമ്പ്യൻഷിപ്പാണ് കോപ്പ അമേരിക്ക. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഏറ്റവും പഴയ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂഖണ്ഡ ടൂർണമെന്റാണ് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ്. 1928 ഫിഫ കോൺഗ്രസിൽ സ്വന്തം ലോകകപ്പ് നടത്താൻ തീരുമാനമായി. അതേ തുടർന്ന് 1930 ഉറുഗ്വേയിൽ വെച്ച് ആദ്യ ഫിഫ വേൾഡ് കപ്പ് മത്സരം നടന്നു. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.